ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഫോം വാലിഡേഷൻ എന്ന മെത്തേഡിനെ കുറിച്ചാണ്. അതായത് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മളൊരു എക്സാമ്പിൾ ഒരു ജിമെയിൽ ID ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ പല ഫോമുകളും നമ്മൾ ചേർത്ത് കൊടുക്കും. എക്സാമ്പിൾ നമുക്കിവിടെ ഒരു ജിമെയിൽ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഗസ്റ്റ് പേജ് എടുത്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് ജിമെയിൽ ഓപ്പൺ ചെയ്തു. ജിമെയിൽ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അവിടെ വന്ന് ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മളിവിടെ ഈ ഫോമിലൊന്നും നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കാതെ ജസ്റ്റ് നമ്മൾ ഈ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടിയിലൊക്കെ കാണിച്ചു തരും. എൻ്റർ ഫസ്റ്റ് നെയിം, എൻ്റർ ലാസ്റ്റ് നെയിം, ചൂസ് ഇമെയിൽ അഡ്രസ്സ്, അതേപോലെ പാസ്വേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രത്യേകം ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോം വാലിഡേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഫോം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമുക്ക് ഉദ്ദേശിക്കുന്ന അതല്ലാത്ത കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇന്ന ഭാഗത്ത് ഇന്നത് ചേർത്ത് കൊടുക്കണം. അതല്ല ഈ ഭാഗത്ത് ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ നമ്മൾ പേര് കൊടുക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഒരു നമ്പർ വെച്ചിട്ടാണ് ഒരു പേര് ചേർത്ത് കൊടുക്കുന്നതെങ്കിലൊക്കെ നമുക്ക് ഇവിടെ എറർ ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് വരിക. കാരണം ഒരു നമ്പറിൽ ഒരാൾക്ക് ഒരു പേര് വരാൻ സാധ്യതയില്ല. അതേപോലെ ഇവിടെ പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പാസ്വേഡും രണ്ടാമത്തെ പാസ്വേഡും രണ്ടും ഡിഫറെൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്കൊക്കെ ഇതിൻ്റെ താഴെ എന്ത് വരും, ഒരു പാസ്വേഡ് ഈസ് നോട്ട് മാച്ച്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസ്പ്ലേ ഒരു മെസ്സേജ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്നതിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചേർത്ത് കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് അമർത്തുമ്പോൾ അത് തടയിടാനും ഓരോ ഭാഗത്തും എന്താണ് കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഫോം വാലിഡേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഫോം വാലിഡേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് പ്രധാനമായിട്ടും ഫോം വാലിഡേഷൻ ഉപയോഗിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വാലിഡേറ്റ് നെയിം, പാസ്വേഡ്, ഇമെയിൽ, അതേപോലെ തന്നെ ഡേറ്റ്, അതേപോലെ മൊബൈൽ നമ്പർ, ഇങ്ങനെയുള്ള ഫീൽഡുകളൊക്കെ നമ്മളൊരു ഫോമിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും പ്രത്യേകം ചേർത്ത് കൊടുക്കുമ്പോൾ അത് വാലിഡേറ്റ് ചെയ്തു വരാൻ വേണ്ടിയും പ്രധാനമായിട്ടും ഫോം വാലിഡേഷൻ ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് വിധത്തിൽ ഫോം വാലിഡേഷൻ വരുന്നുണ്ട്. ഒന്നാമത് ക്ലയൻറ്റ് സൈഡ് ഫോം വാലിഡേഷനും അതേപോലെ രണ്ടാമത് സെർവർ സൈഡ് ഫോം വാലിഡേഷനും. സെർവർ സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റകളൊക്കെ സെർവറിൽ പോയി അവിടെ നിന്ന് വാലിഡേറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്ത് വരികയായിരിക്കും. അതിന് കുറച്ച് സമയം എടുക്കും. എന്നാൽ അതിനേക്കാൾ സ്പീഡിൽ ക്ലയൻറ്റ് സൈഡിൽ നമുക്ക് ഫോം വാലിഡേഷൻ ചെയ്യാൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഫോം വാലിഡേഷൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തു. ഇതിൽ നമ്മളൊരു ഫയല് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മളൊരു ഫോം വാലിഡേഷൻ ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗം മിസ്സായി, അതായത് നമ്മൾ കൊടുക്കാതെ ഏതെങ്കിലും മിസ്സായിട്ട് നമ്മൾ വിടുകയാണെങ്കിൽ, അതായത് പേര് കൊടുക്കേണ്ടിടത്ത് നമ്മൾ പേര് കൊടുക്കാതെ നെക്സ്റ്റ് അടിക്കുകയും അതേപോലെ പാസ്വേഡ് 6 അക്കത്തിന് അല്ലെങ്കിൽ 6 ക്യാരക്ടേഴ്സിന് താഴെ വരികയാണെങ്കിലൊക്കെ നമുക്ക് എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്ന രൂപത്തിലൊരു പ്രോഗ്രാമാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ജാവാസ്ക്രിപ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രിപ്റ്റ് വെച്ച് ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്നൊരു ഫംഗ്ഷന് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ്റെ പേര് വാലിഡേറ്റ് ഫോം എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ളത് കൊടുക്കുക, ഇതന്നെ കൊടുക്കണം എന്നൊന്നുമില്ല. വാലിഡേറ്റ് ഫോം എന്ന് ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. വേരിയബിളിൻ്റെ പേര് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഡോക്യുമെൻറ്റ്, സാധാരണ നമ്മൾ കൊടുക്കുന്ന രൂപത്തിൽ തന്നെ ഡോക്യുമെൻറ്റ് ഡോട്ട്, അതിനുശേഷം നമ്മൾ ഫോമിന് എന്താണോ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോമിൻ്റെ പേര് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മൈ ഫോമാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നെയിം എന്ന ഇൻപുട്ട് ബോക്സിന് എന്താണോ നമ്മൾ പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേരും അതിൻ്റെ ഉള്ളിലത്തെ വാല്യൂ എന്നുള്ളത് നമ്മൾ നെയിമിലേക്ക് ആക്സസ് ചെയ്തെടുത്തു. ഇതിലെ മൈ ഫോമും അതേപോലെ നെയിമും തുടർന്ന് വരുമ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഭാഗമാണ്. ഇതേ രൂപത്തിൽ തന്നെ രണ്ടാമത് നമ്മൾ പാസ്വേഡ് എന്നുള്ളതും ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തു. പാസ്വേഡ് ഈക്വൽ ടു നേരത്തെ നമ്മൾ കൊടുത്ത രൂപത്തിൽ തന്നെ ഡോക്യുമെൻറ്റ്, അതിനുശേഷം നമ്മൾ ഫോമിൻ്റെ പേര് ഡോട്ട് പാസ്വേഡ് എന്നാണ് ഞാൻ അതിന് പേര് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡോട്ട് വാല്യൂ എന്നും ചേർത്ത് കൊടുത്തു. സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഇവിടെ വന്ന് ഈഫ് നിട്ടു. അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമ്മളിവിടെ വന്ന് നെയിം ഈക്വൽ ടു നൾ എന്ന് ചേർത്ത് കൊടുത്തു. അതായത് ആ ബോക്സിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുത്തില്ലെങ്കിൽ
ഓർ അതേ രൂപത്തിൽ തന്നെ അതിനു വേണ്ടിയാണ് നമ്മളിവിടെ വന്ന് ഈ പൈപ്പ് എന്ന സിമ്പൽ ഇട്ട് കൊടുക്കുന്നത്. നെയിം ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ, അതായത് വാല്യൂ ഒന്നും പ്രത്യേകിച്ച് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ഡബിൾ കൊട്ടേഷൻ ചേർത്ത് കൊടുക്കുക. ഇങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഒരു അലർട്ട് ബോക്സ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്ന് അലർട്ട് എന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താണോ സ്ക്രീനിൽ നമുക്ക് അലേർട്ടായിട്ട് വരേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു നെയിം ബോക്സ് നോട്ട് ബി ബ്ലാങ്ക് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണോ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ബ്ലാങ്ക് എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്ന് അലർട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ എൽസീഫ് പാർട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ എൽസീഫ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കണ്ടീഷൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ നമ്മളിവിടെ ചെക്ക് ചെയ്യണത് പാസ്വേഡിൻ്റെ ലെങ്ത് ആണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ വന്ന് പാസ്വേഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഡോട്ട് ലെങ്ത്, അതിൻ്റെ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ലെങ്ത് കൊടുത്തു <5. അപ്പോൾ പാസ്വേഡ് 5 ക്യാരക്ടേഴ്സിന് താഴെയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരണം. എന്താണോ നമുക്ക് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അലർട്ടിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അലർട്ട് പാസ്വേഡ് മസ്റ്റ് ബി, എന്താണോ നമുക്ക് ടെക്സ്റ്റ് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 5 ലെറ്റർ, എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഓപ്പൺ ചെയ്യുന്നത് സ്ക്രിപ്റ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്തു. ഇനി അതിനുശേഷം നമ്മളിവിടെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ HTML ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഫോം എന്ന് ചേർത്ത് കൊടുത്തു. ആക്ഷൻ്റെ ഉള്ളിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഫോമിന് പേര് നമ്മൾ ചേർത്ത് കൊടുക്കണം. നെയിം ഈക്വൽ ടു, ഇവിടെ നമ്മൾ എന്താണോ പേര് കൊടുത്തത് അത് തന്നെ ആയിരിക്കണം ഫോമിന് പേരായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. മൈ ഫോം എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം സ്പേസ് ഇട്ടതിന് ശേഷം മെത്തേഡ് എന്നുള്ളത് നമ്മളിവിടെ പോസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേ രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് ആക്ഷൻ എന്നുള്ളത് നമ്മളിവിടെ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് പേജിലേക്കാണോ നമുക്ക് ആക്ഷൻ കൊടുക്കേണ്ടത് അതാണ് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്ന പേജ് എന്നൊന്നും നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യാത്തതുകൊണ്ട് നമ്മളിവിടെ ഡബിൾ കൊട്ടേഷൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഓൺ സബ്മിറ്റ്, ഇനി സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരണം അല്ലെങ്കിൽ ഏത് മെത്തേഡ് ഓപ്പൺ ചെയ്ത് വരണം എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തന്നത്. നമുക്കിവിടെ വന്ന് റിട്ടേൺ ചെയ്ത് വരേണ്ടത് റിട്ടേൺ ഏത് ഫംഗ്ഷൻ ആണോ നമുക്ക് റിട്ടേൺ ചെയ്ത് വരേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. നമ്മളെ ഫംഗ്ഷൻ്റെ പേര് വാലിഡേറ്റ് ഫോം എന്നാണ്. അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി ഫോമിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് നെയിം എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, നെയിം ഇട്ടതിന് ശേഷം നമുക്കിവിടെ ഒരു ഇൻപുട്ട് ടെക്സ്റ്റ് എന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നെയിം എന്നുള്ളത് നമ്മൾ നെയിം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ID നമ്മളിവിടെ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. പുതിയൊരു ലൈൻ വരാൻ വേണ്ടി BR എന്ന് ചേർത്ത് കൊടുത്തു. ഇതേ രൂപത്തിൽ തന്നെ നമ്മളിവിടെ വന്ന് പാസ്വേഡ് എന്നും ചേർത്ത് കൊടുത്തു. ഇവിടെ നമ്മൾ ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ് എന്ന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെയും നമ്മൾ നെയിം എന്നുള്ളിടത്ത് നമ്മൾ പാസ്വേഡ് എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാസ്വേഡ് എന്ന് ചേർത്ത് കൊടുത്തു. ID നമ്മളിവിടെ പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അതുകൊണ്ട് അത് ഒഴിവാക്കി. അതേപോലെ പുതിയ ലൈൻ വരാൻ വേണ്ടി BR എന്ന് ചേർത്ത് കൊടുത്തു. ഇനി നമ്മളിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ബട്ടൺ സബ്മിറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്താണോ ടെക്സ്റ്റ് വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. രജിസ്റ്റർ എന്ന് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് സേവ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. ലൈവ് സെർവർ വെച്ചിട്ടാണ് റൺ ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിലൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വന്ന് നെയിം കൊടുക്കാനുള്ള ഒരു ബോക്സ് ഉണ്ട്, പാസ്വേഡ് കൊടുക്കാനുള്ള ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ നെയിമിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നും കൊടുക്കാതെ ജസ്റ്റ് രജിസ്റ്ററിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണിച്ചു തന്നുണ്ട് നെയിം ബോക്സ് നോട്ട് ബി ബ്ലാങ്ക്, അതായത് ഇതിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് എന്തെങ്കിലും സംതിങ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതേപോലെ പാസ്വേഡ് ഇവിടെ നമുക്കൊരു 2-3 അക്കം കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണിച്ചു തന്നുണ്ട് പാസ്വേഡ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 5 ലെറ്റർ. ഇതിൽ അറ്റ്ലീസ്റ്റ് 5 ലെറ്റർ എങ്കിലും പാസ്വേഡ് വേണമെന്നാണ് പറയുന്നത്.
അപ്പോൾ നമുക്കൊരു നെയിം കൊടുത്തു. പാസ്വേഡ് നമുക്ക് 5ന്റെ മുകളിലൊരു ലെറ്ററാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ വന്ന് ഇത് ഓക്കെ ആയിരിക്കും. നമ്മൾ പ്രത്യേകിച്ചൊരു പേജൊന്നും മെൻഷൻ ചെയ്യാത്തത് കൊണ്ടാണ് ഇവിടെ എററൊന്നും കാണിച്ചു തരാതെ അടുത്ത പേജിലേക്കായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ പറഞ്ഞത് എങ്ങനെ നമുക്കൊരു ഫോമിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും ഭാഗത്ത് പ്രത്യേകിച്ച് എന്തെങ്കിലും കൊടുക്കാതെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പാസ്വേഡിന് ലെങ്ത് കുറയുകയാണെങ്കിൽ നമുക്കതെങ്ങനെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചൊരു സിമ്പിൾ എക്സാമ്പിളാണ് പറഞ്ഞു തന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി ചെയ്തു നോക്കാം. അതായത് നമ്മൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ 2 ഭാഗത്തുള്ള പാസ്വേഡും ഒരേ രൂപത്തിൽ വരണം. അതായത് പാസ്വേഡ് നമ്മൾ കൊടുക്കുമ്പോൾ ആദ്യത്തെ പാസ്വേഡും അതായത് റീഡ് എൻട്രി ചെയ്യുന്ന പാസ്വേഡും ഒരേ രൂപത്തിൽ എങ്ങനെ വരുന്നു, അതെങ്ങനെ വാലിഡേറ്റ് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് വാലിഡേറ്റ് ചെയ്യുന്നു എന്നതിന് ഒരു എക്സാമ്പിളാണ് അടുത്തതായി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഒഴിവാക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഇവിടെ വന്ന് ആദ്യം തന്നെ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷന് ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ്റെ പേര് മാച്ച് പാസ്, ഇഷ്ടമുള്ളത് എന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം. മാച്ച് പാസ്വേഡ് എന്നുള്ളതാണ് നമ്മൾ ഫംഗ്ഷനായിട്ട് ചേർത്ത് കൊടുത്തത്. ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. വേരിയബിൾ ഒന്നാമത്തത് ഫസ്റ്റ് പാസ്വേഡ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാസ്വേഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഡോക്യുമെന്റ് ഡോട്ട് F1 എന്നുള്ളത് നമ്മളെ ഫോമിൻ്റെ പേരാണ്. ഇത് ഇഷ്ടമുള്ളത് കൊടുക്കാം. പാസ്വേഡ് 1 എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡോട്ട് വാല്യൂ, അതായത് നമ്മൾ ഒന്നാമത്തെ ടെക്സ്റ്റ് ബോക്സിൽ കൊടുക്കണം, പാസ്വേഡ് ബോക്സിൽ കൊടുക്കുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, ഒന്നാമത്തെ വേരിയബിളിലേക്കായിട്ട് മാറും. ഇതേ രൂപത്തിൽ തന്നെ നമ്മൾ രണ്ടാമത്തതും ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ വന്ന് സെക്കൻഡ് പാസ്വേഡ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് പാസ്വേഡ് എന്നിവിടെ വന്ന് ഡോക്യുമെന്റ് ഡോട്ട് പാസ്വേഡ്, ഇതിവിടെ വന്ന് പാസ്വേഡ് 2 എന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് എല്ലാതും ഒരേ രൂപത്തിൽ തന്നെയാണ് വരുന്നത്. നേരത്തെ ചെയ്ത രൂപത്തിൽ തന്നെ ഇവിടെ ഒരു ഈഫ് സ്റ്റേറ്റ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഈഫ് ഫസ്റ്റ് പാസ്വേഡ് നമ്മൾ ഒന്നാമത് കൊടുത്ത പാസ്വേഡ് ഈക്വൽ ടു സെക്കൻഡ് പാസ്വേഡ്, രണ്ടാമത് കൊടുത്ത പാസ്വേഡും ഒരേ രൂപത്തിലാണെങ്കിൽ, നമ്മൾ കൊടുത്ത 2 പാസ്വേഡും ഒരേ രൂപത്തിലാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് റിട്ടേൺ ട്രൂ, അതായത് പ്രത്യേകിച്ച് നമുക്കൊന്നും ഡിസ്പ്ലേ ചെയ്യേണ്ട, ജസ്റ്റ് ട്രൂ എന്ന് മാത്രം ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എൽസ് ഇതല്ലെങ്കിൽ നമ്മൾ കൊടുത്തത് രണ്ടും മിസ്റ്റേക്കാണ്, അതായത് ഫസ്റ്റ് പാസ്വേഡിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ പാസ്വേഡ് തെറ്റാണെങ്കിൽ നമുക്ക് സ്ക്രീനിലൊരു അലേർട്ട് മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമ്മൾ അലേർട്ട് പാസ്വേഡ് എന്നിട്ട് നമുക്ക് എന്താണോ അതിൻ്റെ അലേർട്ട് ബോക്സ് മെസ്സേജ് ആയിട്ട് വേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. പാസ്വേഡ് മസ്റ്റ് ബി സെയിം, എന്താണോ നമുക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ഇതിൻ്റെ റിട്ടേൺ നേരത്തെ നമ്മൾ ട്രൂ ആണ് കൊടുത്തത്, ഇതിന് നമ്മൾ റിട്ടേൺ എന്നുള്ളത് ഫാൾസ് എന്ന് ചേർത്ത് കൊടുക്കുക. അതായത് ഇതിൻ്റെ ആൻസർ നമുക്കിവിടെ ഫാൾസ് ആണ് കിട്ടിയിട്ടുള്ളത്, അതുകൊണ്ടാണ് നമ്മളിവിടെ വന്ന് റിട്ടേൺ ഫാൾസ് എന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം. അതായത് നമുക്ക് പാസ്വേഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ഒരു ഫോം നിർബന്ധമായിട്ടും ആവശ്യമുണ്ട്. അപ്പോൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഫോം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫോം ക്രിയേറ്റ് ചെയ്യാൻ ഫോം എഴുതി ആക്ഷന് നമ്മളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഫോമിനൊരു നെയിം നമ്മളിവിടെ ചേർത്ത് കൊടുക്കണം. നെയിം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ മുകളിൽ എന്താണോ നെയിം കൊടുത്തത് അതന്നെ ആയിരിക്കണം നെയിം കൊടുക്കേണ്ടത്. F1 എന്ന് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് ഒരു ഓൺ സബ്മിറ്റ് കൊടുക്കണം, അതായത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൻസർ വേണ്ടത്. അപ്പോൾ നമ്മൾ റിട്ടേൺ എന്നെഴുതിയതിന് ശേഷം നമ്മൾ മെത്തേഡിൻ്റെ പേരെന്താണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. മാച്ച് പാസ് എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു ക്ലോസ് ചെയ്തു. മെത്തേഡ് പോസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പോസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോം തുടങ്ങുമ്പോൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കിവിടെ വന്ന് എൻ്റർ പാസ്വേഡ് എന്ന് ചേർത്ത് കൊടുത്തു. എൻ്റർ പാസ്വേഡ് എന്ന് ചേർത്ത് കൊടുത്തു. പാസ്വേഡ് ഓക്കെ, അപ്പോൾ പാസ്വേഡ് കൊടുക്കാൻ നമ്മളിവിടെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ്. ഇവിടെ ഇതിൻ്റെ പേര് നമ്മൾ ഫസ്റ്റ് പാസ്വേഡ് 1 എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. പാസ്വേഡ് 1. ഇവിടെ ID ഒന്നും നമ്മൾ പ്രത്യേകിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ID നമ്മൾ ഇവിടുന്ന് കൊടുത്തത് ഒഴിവാക്കി BR പുതിയ ലൈന് വരാൻ വേണ്ടി BR എന്ന് ചേർത്ത് കൊടുത്തു. ഇനി റീ എൻ്റർ പാസ്വേഡ് എന്ന് നമ്മൾക്ക് ഇവിടെ ചേർത്ത് കൊടുക്കാം. റീ എൻ്റർ
റീ എൻ്റർ പാസ്വേഡ് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത് നേരത്തെ നമ്മൾ കൊടുത്ത രൂപത്തിൽ തന്നെ ഇൻപുട്ട് ടൈപ്പ് പാസ്വേഡ്, ഇവിടെ നെയിം എന്നുള്ളിടത്ത് നമ്മൾ പാസ്വേഡ് 2 എന്നും ചേർത്ത് കൊടുക്കുക. രണ്ടാമത്തെ പാസ്വേഡ് കൊടുക്കാൻ വേണ്ടിയാണ്. ID നമ്മളിവിടെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ പുതിയ ലൈന് വരാൻ വേണ്ടി ഇവിടെ നമ്മളിവിടെ വന്ന് BR എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ ഒരു ബട്ടൺ, സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ബട്ടൺ സബ്മിറ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇവിടെ വന്ന് രജിസ്റ്റർ എന്നോ എന്താണോ നമുക്ക് സെറ്റ് എന്നോ എന്താണോ നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമുക്ക് ഈ ബട്ടൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ സെറ്റ് പാസ്വേഡ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഈ ഫോം ഞാൻ ഇവിടെ ഒന്ന് സേവ് ചെയ്തു. നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഇപ്പോൾ ഇത് റണ്ണ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് 2 പാസ്വേഡ് കൊടുക്കാനുള്ള കോളം വന്നിട്ടുണ്ട്. ഫസ്റ്റ് പാസ്വേഡ് കൊടുക്കാനും രണ്ടാമത്തെ പാസ്വേഡ് കൊടുക്കാനും. ഇനി ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ആദ്യത്തേൽ ഞാനൊരു പാസ്വേഡ് കൊടുത്തു. ആ പാസ്വേഡ് ഞാനിവിടെ രണ്ടാമത്തേൽ തെറ്റിച്ചാണ് ടൈപ്പ് ചെയ്തത്. അതായത് മുകളിലെ പാസ്വേഡും രണ്ടാമത് കൊടുത്ത പാസ്വേഡും ഒരേ രൂപത്തിലല്ല. അപ്പോൾ സെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും പാസ്വേഡ് മസ്റ്റ് ബി സെയിം. ഓക്കെ, ഇനി നമ്മൾ ആദ്യം കൊടുത്ത പാസ്വേഡ് ഒരു പാസ്വേഡ് കൊടുത്തു, രണ്ടാമത്തതിലും അതേ പാസ്വേഡ് തന്നെ കൊടുത്തു. ഇനി സെറ്റ് പാസ്വേഡ് കൊടുക്കുമ്പോൾ നമുക്ക് അടുത്ത പേജിൽ ഏതാണോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ പേജിലേക്കായിട്ട് മൂവ് ചെയ്യും. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരു പേജും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് അത് അതേ പേജിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഫോം വാലിഡേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന 2 എക്സാമ്പിൾസുകളാണ് പറഞ്ഞത്. ഈ ഫോം വാലിഡേഷൻ വെച്ചിട്ട് ഇനിയും കുറച്ച് എക്സാമ്പിളുകൾ വരുന്നുണ്ട്. അത് തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം.